ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അപ്പം കുറേ നേരം നോക്കി, പക്ഷെ ഒരു വിധത്തിൽ കുറയുന്നില്ല. അപ്പം വാസ്കോ ഡ ഗാമ ചർച്ചിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ചെക്കന്മാരുടെ ഫുട്ബോൾ കളിച്ച് ഉള്ള സ്റ്റാമിനെല്ലാം തീർത്ത് നേരത്തെ വന്നപ്പോൾ ഈ ചർച്ചിൽ പ്രയർ കിടക്കായിരുന്നു. അപ്പോൾ ഈ പ്രയർ കഴിഞ്ഞ് നമുക്കിനി കയറാം. കൊച്ചിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ് കേട്ടോ ഇത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ പള്ളികളിൽ ഒന്നാണ്. 1524 വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള 3ാമത്തെ സന്ദർശനത്തിനിടെ കൊച്ചിയിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആദ്യം ഈ പള്ളിയിലാണ് കേട്ടോ സംസ്കരിച്ചത്. ഞാൻ ചെന്നപ്പോഴേക്കും തിരക്കൊക്കെ അത്യാവശ്യം കുറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ചർച്ചിൻ്റെ അകത്തേക്ക്. ഞാൻ പണ്ട് സിനിമകളിൽ മാത്രമേ ചർച്ചുകൾ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് ആ ഒരു നിശബ്ദത, പിയാനോയുടെ സൗണ്ട്, അപ്പോൾ എല്ലാം കൂടെ കേട്ടപ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ ഒരു റിലാക്സിങ് മോഡിലേക്ക് പോയി. ഈ ചർച്ചിൻ്റെ ഓരോ ചുമരുകളിലായിട്ട് ഇതുപോലെ ടൂം സ്റ്റോണുകളുണ്ട്. ഇതൊരു ഇൻസ്ക്രിപ്ഷനാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയണമെങ്കിൽ നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക, നേരെ ഗൂഗിളിൽ പോവുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക, വായിക്കുക. ഞാൻ ഇറങ്ങിയപ്പോഴേക്കും ഓരോരോ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ കാണാൻ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഞാനിവിടെ നിന്ന് ഇറങ്ങിയാണ്. നമുക്കിനി ഒരു മ്യൂസിയം ഉണ്ട്, അപ്പോൾ അതും കൂടെ കണ്ടിട്ട് പതുക്കെ സ്ഥലം വിടാം. അപ്പം ഇതാണ് ചർച്ച്. അപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ ചർച്ചിൽ ഞാൻ കയറുന്നതും. അതിൻ്റെ ഒരു ആംബിയൻസ് തന്നെ വ്യത്യസ്തമാണ് കേട്ടോ. ഓക്കെ, മഴ പെയ്തിടക്കുന്നുണ്ട്, നോക്കി നടന്നെങ്കിൽ എപ്പോഴും തെറ്റിടിച്ച് വീഴാം. ഓക്കെ, അങ്ങനെ നമ്മൾ മ്യൂസിയത്തിലേക്ക് എത്തി. ഈ വാസ്കോ ഡ ഗാമ സ്ക്വയറിലുള്ള എല്ലാ ബിൽഡിങ്ങും ഒരു ഡച്ച് സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്ത് അന്നൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത്. ഞാൻ ചെന്നപ്പോഴേക്കും ടിക്കറ്റ് ടൈം കഴിഞ്ഞ്. അപ്പം എൻട്രി ഇല്ല ഇനിയിപ്പം. അപ്പോൾ അതൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പതുക്കെ ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരിക്കലാവാം. ഇപ്പോൾ വീണേനെ തെറ്റി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഴ ഇറക്കണേ, എപ്പോൾ വേണമെങ്കിലും വീഴാം. ഇല്ലാത്ത മഴ കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.